നിങ്ങളിപ്പോൾ ഉള്ളത് KSRTC സുൽത്താൻ ബത്തേരി ഡിപ്പോയിലാണ്. KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസ്റ്റ് സെല്ലിൻ്റെ സ്ലീപ്പർ ബസ്സുകളാണ് കാണുന്നത്. KSRTCയുടെ ടിക്കറ്റേതര വരുമാനം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സ്ലീപ്പർ ബസ്സുകളും ബഡ്ജറ്റ് ടൂറിസം തുടങ്ങിയത്. ഇതിൽ താമസിക്കാൻ നമുക്ക് 160 രൂപയെ ചിലവുള്ളൂ. AC ബസ്സുകളാണ്. ഡോർമെറ്ററികളും ഫാമിലി റൂമുകളും ഉണ്ട്. മറ്റ് ഡിപ്പോകൾക്ക് ഒരു മാതൃകയാണ് ഇത്തരത്തിലൊരു സംഭവം. കേരളത്തിൽ നമുക്ക് 2 സ്ഥലത്തെ സ്ലീപ്പർ ബസ്സുകളുള്ളൂ. ഒന്ന് മൂന്നാറും അതുപോലെ സുൽത്താൻ ബത്തേരി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ തീർച്ചയായും ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്നൊരു മേഖലയാണ് വയനാട് ജില്ല എന്ന് പറയുന്നത്. അപ്പോൾ വയനാട് ജില്ലയിൽ വരുന്ന ടൂറിസ്റ്റുകൾക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു സൗകര്യം. ഇപ്പം വേറെ മറ്റു ജില്ലകളിൽ പോയാൽ നമുക്ക് വലിയ പൈസ കൊടുത്ത് ഹോട്ടലുകൾ ബുക്ക് ചെയ്തതിന് പകരം എന്തുകൊണ്ടും ഒരു ഇതാണ് KSRTCയുടെ പെട്ടെന്ന് ഒരു ആവശ്യത്തിനൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് ഡിപ്പോകൾക്ക് അതൊരു മാതൃകയായിരിക്കും. മറ്റു ഡിപ്പോകളിൽ വരാൻ സാധ്യതയുണ്ട്. ബഡ്ജറ്റ് ടൂറിസം KSRTCയുടെ മാനേജ്മെൻറ്റാണ് തീരുമാനം വരുന്നത്. എത്ര ബസ്സുകളാണ് ഇവിടെ നിലവിൽ നമുക്ക് 5 ബസ്സുകളാണുള്ളത്. അതിൽ 4 ഡോർമെറ്ററിയും അതേപോലെ തന്നെ ഒരു ഫാമിലി റൂമും. അത് എങ്ങനെയാണ് ഇതിൻ്റെ പൈസ? നമുക്ക് ഡോർമെറ്ററികൾക്ക് 160 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഒരു ബസ്സിൽ 16 പേർക്ക് താമസിക്കാം. ഇനി ഫാമിലി റൂം ആണെങ്കിൽ 1000 രൂപയാണ്. ഫാമിലി റൂമിൽ 4 പേർക്ക് മാക്സിമം താമസിക്കാൻ പറ്റും. ഒരു ബസ്സിൽ 2 ഫാമിലി റൂമുള്ള ഒരു ബസ്സാണ് ഇവിടെ ഉള്ളത്.